പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ഒരു തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രി ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനം എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാൻ ക്രിസ്തുവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വചനം ഇന്ന് ഈ രാത്രി പുറപ്പെടുമ്പോൾ അനേകരുടെ ജീവിതത്തിലും ഒരു വിടുതലായി തീരേണ്ടതിന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആയിരിക്കുന്നെങ്കിൽ ഇന്ന് ഒരു രാത്രി എല്ലാ പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്, അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാൻ ഇരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുക. ഇത് നമുക്കറിയാം. ഇസ്രായേൽ മക്കൾ ഒരു കാലത്ത് ഫറവോൻ്റെ അടിമ ജോലിയായി ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഫറവോൻ്റെ അടിമ നുഖത്തിൽ ജോലി ചെയ്യുമ്പോൾ ഇസ്രായേൽ ജനം ഒത്തിരി ഭാരപ്പെട്ടു നിലവിളിച്ചു കരഞ്ഞു പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം ഫറവോൻ്റെ അടിമകളായി അവിടെ നിലവിളിച്ച് ജോലി ചെയ്യുമ്പോൾ സർവശക്തനായ ദൈവമായ യഹോവ ആ കണ്ണുനീര് കണ്ട് പ്രാർത്ഥന കേട്ടു ഒരു ദൈവത്തിൻ്റെ ദാസനെ എഴുന്നേൽപ്പിക്കുകയാണ്. ആ ദാസൻ്റെ പേരാണ് മോശ. മോശയുടെ ചരിത്രം ഒരുപാട് പറയുവാനുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് നീങ്ങുന്നില്ല. എനിക്ക് ലഭിച്ച സമയം ഈ സന്ദേശം കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി തീരേണ്ടതിന് ഈ കേൾക്കുന്ന വചനം ഇന്ന് രാത്രി പുറപ്പെടുമ്പോൾ കേൾക്കുന്ന സ്നേഹിത, പ്രിയ മാതാവേ, പിതാവേ, നിങ്ങളും സ്വത്രം പറഞ്ഞ് അത് ഏറ്റെടുത്ത് സമർപ്പിക്കുന്നെങ്കിൽ ഈ വചനം പുറപ്പെട്ടെന്ന് വിടുതലായി തീരുകയാണ്. ഇവിടെ മോശ പറയുന്നൊരു കാര്യം, നിങ്ങൾ മൗനമായിരിക്കും, ഭയപ്പെടണ്ട. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഭയത്തിൻ്റെ നടുവിലാണെങ്കിൽ, ആരും സഹായിക്കാനില്ലാതെ നിലവിളിക്കുന്ന എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹിത, ഈ ദൂത് നിങ്ങളോടായിരുന്നു. ഈ വചനം നിങ്ങളോടാണെന്ന് സംസാരിക്കുന്നത്. ഉറച്ചു നിൽക്കുക, ഭയപ്പെടണ്ട. വിളിച്ച ദൈവം വിശ്വസ്തന. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണ മനസ്സോട് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്താൽ, കർത്താവേ ഇന്നെന്നെ വിടുവിക്കണം, ഞാൻ ഈ വചനം വിശ്വസിക്കുന്നു, സമർപ്പിക്കുമ്പോൾ എൻ്റെ യേശു കർത്താവ് സ്നേഹിത നിൻ്റെ കരം പിടിക്കുകയാണ്. മോശയോട് പറഞ്ഞു, സ്വത്രം, ഹല്ലേലൂയ, സ്വത്രം, ഈ ജനത്തെ നയിക്കേണ്ടതിന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവമായ യഹോവ മോശയെ തിരഞ്ഞെടുത്തു. മിസ്രൈമിൽ ചെന്നു ഫറവോനോട് പറഞ്ഞ്, യഹോവയെ ദൈവത്തെ ആരാധിപ്പാനും ജനത്തെ വിട്ടു തരണം. ഫറവോൻ ജനത്തെ വിട്ട് അയച്ചു. എന്നാൽ ജനം പൂർണ്ണമായി ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ട് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ചെങ്കടലിൻ്റെ നടുവിലേക്ക് അരികിലേക്ക് വരുമ്പോഴാണ് ജനം പിറുപിറുക്കാൻ തുടങ്ങിയത്, നിലവിളിക്കാൻ തുടങ്ങി. മോശയോട് സഹോദരൻ പിറുപിറുക്കാൻ തുടങ്ങി. മോശയുടെ മനസ്സിന് വല്ലാത്ത വേദന ഇസ്രായേൽ മക്കൾ കൊടുത്തപ്പോൾ മോശ ദൈവമായ യഹോവയോട് നിലവിളിപ്പാൻ ഇടവന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിത, പലപ്പോഴും സഹോദരൻ താങ്കളും അങ്ങനെ ആയിട്ടില്ലേ? ഇത് ചിന്തിച്ചു നോക്കിയാട്ട്. സ്തോത്രം. പല സന്ദർഭങ്ങളിൽ ആരും സഹായിപ്പാനില്ല, എൻ്റെ പ്രാർത്ഥന ആരും കേൾക്കാനില്ല, മടുത്തു പോയ സന്ദർഭങ്ങൾ പലപ്പോഴും നമ്മൾ സ്വതന്ത്രം ഒന്ന് ഓർത്ത് നോക്കിയാൽ സംഭവിച്ചിട്ടില്ലേ? വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനും മേൽ സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി അതിന് വിടുതൽ തരികയാണ് ദൈവം. സ്വതന്ത്രം, ഹല്ലേലൂയ, സ്വതന്ത്രം. ഒരു കണ്ടീഷനാണ് ഇന്ന് രാത്രി പറയുന്നത്. സ്വതന്ത്രം മോശ പറയുന്നത്, സ്വതന്ത്രം, നിങ്ങൾ മൗനമായിരിക്കും, മിണ്ടാതിരിപ്പിൻ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവമായി യഹോവ ചെയ്യാൻ പോകുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്വതന്ത്രം. ഈ ആകാശത്തെ ഭൂമിയും ഉണ്ടാക്കിയ സർവ്വ ജീവജാലങ്ങളും സൃഷ്ടിച്ച് ഉലകത്തിലെ സകല ജനത്തെയും സൃഷ്ടിച്ച് യഹോവയ ദൈവം ഇന്ന് ഇസ്രായേൽ മക്കളോട് പറയുന്നൊരു കാര്യമാണ്, സ്വതന്ത്രം, മൗനമായിരിക്കണം.
ചില സന്ദർഭങ്ങളിൽ മൗനമായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ചില സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആർപ്പിടണം. സ്തോത്രം. മൗനമായിരിക്കാൻ ദൈവം പറഞ്ഞാൽ ആ മൗനമായിരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണെങ്കിൽ, സ്നേഹിത, ഇന്ന് രാത്രി സർവശക്തനായ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ നിലവിളിക്കുന്ന വിഷയത്തിനുമേൽ, ഭാരപ്പെടുന്ന വിഷയത്തിനുമേൽ, ഒറ്റപ്പെട്ട് ആരുമല്ല എന്നെ സഹായിക്കുവാൻ എന്ന് നിങ്ങൾ പലപ്പോഴും പിറുപിറുത്ത് നിലവിളിച്ച് സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും സ്തോത്രം നിങ്ങൾ നിലവിളിക്കുമ്പോൾ, ഇന്ന് രാത്രി വചനം പറയുന്നു, നീ മിണ്ടാതിരിപ്പിൽ ഇന്ന് നിനക്ക് വേണ്ടി ജീവനിക്കുന്ന രക്ഷ കണ്ടുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. ആ വിടുതൽ പ്രാപിക്കുവാൻ സ്തോത്രം നിന്നെ തന്നെ ഏൽപ്പിച്ചുകൊള്ളു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം കാണുവാൻ കഴിയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. യഹോവയായ ദൈവം സ്തോത്രം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ അതിന് മോശ ദൈവത്തോട് നിലവിളിച്ച് 15-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, അപ്പോൾ സ്തോത്രം യഹോവയായ ദൈവം മോശയോട് അരുളി ചെയ്ത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? സ്തോത്രം. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ സ്നേഹിത. പലപ്പോഴും ദൈവമായി യഹോവയുടെ സാന്നിധ്യം ഓരോ ദൈവത്തിൻ്റെ മക്കളുടെ കരങ്ങളിൽ ഉള്ളപ്പോഴും അത് തിരിച്ചറിയാതെ ദൈവം പറഞ്ഞ മോശയോട് പറഞ്ഞ ഒറ്റ കാര്യമാണ്, നിൻ്റെ കൈയിരിക്കുന്ന വടി നീ നീട്ട്, ആ അധികാരത്തെ നീ ഒന്ന് ഉപയോഗിക്കും. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. പലപ്പോഴും ദൈവം അധികാരം തന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ മക്കൾക്ക്, അത് തിരിച്ചറിയുന്നില്ല. ആ അധികാരം ഒരു പക്ഷേ ആരാധനയായിരിക്കാം, ഒരു പക്ഷേ സ്തോത്രം ഒരു സ്തുതി സ്തോത്രമായിരിക്കാം, ഒരു പക്ഷേ 2 കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നൊരു അധികാരമായിരിക്കാം ദൈവം തന്നിരിക്കുന്നത്. ഒരു പക്ഷേ അന്യഭാഷയായിരിക്കാം, ഒരു പക്ഷേ ദർശനം വെളിപ്പാടുമായിരിക്കാം. സ്തോത്രം. അത് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം തന്ന അധികാരം സ്തോത്രം ഇന്നതാണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞാൽ ആ അധികാരം ഉപയോഗിക്കാനാണ് ദൈവം മോശയോട് കൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. മോശയുടെ കയ്യിലിരുന്ന വടി സ്തോത്രം ചെങ്കടലിലേക്ക് നീട്ടിയപ്പോൾ ചെങ്കടൽ 2ആയിട്ട് മാറി.